ഹായ് ഹലോ. അപ്പം എല്ലാ രാജ്യവും കത്തുകയാണ്. ബംഗ്ലാദേശ് ആണെങ്കിൽ അങ്ങനെ, UK, പിന്നെ ഓൾറെഡി കത്തുന്ന രാജ്യങ്ങൾ നമ്മൾ പറയണ്ടല്ലോ, അത് ഓൾറെഡി അറിയാമല്ലോ. അപ്പം ഈ കഴിഞ്ഞ മാസം തുടങ്ങിയ പ്രക്ഷോഭം ബംഗ്ലാദേശിൻ്റെ ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞാൽ, അവിടെ സ്വാതന്ത്ര്യ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ മക്കൾക്കുമല്ല, ഗ്രാൻഡ് ചിൽഡ്രൻ എന്ന് പറയല്ലോ, അവർക്കും സംവരണത്തിലൂടെ ജോലി കൊടുക്കണം എന്ന ഗവൺമെൻറ്റിൻ്റെ ചിന്താഗതിക്കെതിരെയായിരുന്നു ആൾക്കാർ പ്രക്ഷോഭം നടത്തിയത്. ആ പ്രക്ഷോഭം അങ്ങനെ ഷെയ്ഖ് ഹസീന രാജ്യം വിടേണ്ടി വന്നു. ഇപ്പം ഇന്ത്യയിലാണെന്നാണ് പറയപ്പെടുന്നത്. UK പോകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെയും പ്രക്ഷോഭമായതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ കഴിഞ്ഞില്ല. അപ്പം ഷെയ്ഖ് ഹസീന നാട് വിട്ടപ്പം അവിടെ ഗവൺമെൻറ് അത്ര സ്ട്രോങ് അല്ലാത്ത ഒരാളാണ് ആക്ടിങ് പ്രസിഡൻ്റ് എന്ന് തോന്നുന്നുണ്ട്. പട്ടാള ഭരണമാണെങ്കിലും ആക്ടിങ് പ്രസിഡൻ്റ് പ്രൈം മിനിസ്റ്റർ ആരാണെങ്കിലും. ഇപ്പം എന്താ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ബംഗ്ലാദേശിൽ പിന്നെ ഷെയ്ഖ് ഹസീനനെ സപ്പോർട്ട് ചെയ്യാനും കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പം അവരും ഈ പ്രതിഷേധക്കാരും തമ്മിലാണ് ഇപ്പം കച്ചറ നടക്കുന്നത്. അത് അധികമൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നൈബറിങ് കൺട്രി മിക്കവാറും എന്ത് ചെയ്യും, അവിടേക്ക് ഇറങ്ങാൻ ചിലപ്പം ചാൻസ് ഉണ്ടാവും, ഇതൊക്കെ നിർത്താൻ വേണ്ടിയിട്ട്, ഇഷ്യൂസൊക്കെ നിർത്താൻ വേണ്ടിയിട്ട്. അപ്പം ഇനി UK വന്നു കഴിഞ്ഞാൽ, കാനഡയൊക്കെ ആണെങ്കിലും, നമ്മൾ ഫ്യൂച്ചറിൽ പ്രതീക്ഷിക്കുന്ന ഒരു പ്രശ്നമാണ് ഇമിഗ്രൻസിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ഓരോ അക്രമങ്ങൾ. അപ്പം എവിടെയെങ്കിലും ഒരു തിരി വന്നു കഴിഞ്ഞാൽ പിന്നീട് അത് ആളി കത്തുമല്ലോ. അങ്ങനെ വന്നതാണ്. എന്താ UK പ്രശ്നങ്ങൾക്ക് കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു ഡാൻസ് സ്കൂളിൽ ഒരു മൈനർ പോയിട്ട് കത്തിയോണ്ട് കുറേ കുട്ടികളെ കുത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാത്തിലും, ഏത് രാജ്യമാണെങ്കിലും അവിടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുമല്ലോ. അങ്ങനെ അതിൽ സ്പ്രെഡായിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ, അത് ചെയ്തത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വന്ന അലി എന്നൊരു ചെറുപ്പക്കാരനായിരുന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇതിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ തുടക്കം. അപ്പം വരെ മനസ്സിലുണ്ടായിരുന്ന റേസിസം ഇല്ലെങ്കിലും മനസ്സിലുണ്ടാവില്ല ഒരു കൈൻഡ് ഓഫ് റേസിസം. അപ്പോൾ അതൊക്കെ പുറത്തേക്ക് എടുത്ത്. കാരണം ഇമിഗ്രൻസ് വന്നു കഴിഞ്ഞപ്പോൾ കാനഡയിലാണെങ്കിലും ബ്രാംപ്ടൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അവർ കാട്ടിക്കൂട്ടുന്ന ഓരോ സംഗതികൾ, അത് വീഡിയോസിലൊക്കെ വരാറുണ്ട്. പിന്നെ അത് കുറച്ച് അധികമാണെന്നാണ് തോന്നുന്നത്. സ്വന്തം രാജ്യം എന്ന നിലയിലാണ് അവർ അവിടെയൊക്കെ ആക്ട് ചെയ്യുന്നത്, കാനഡയിലുള്ള ബ്രാംപ്ടന്. പക്ഷേ എന്താണെന്നുള്ള റിയൽ സീനാരി അവിടെ പോയി കഴിഞ്ഞാൽ അറിയുള്ളൂ. ആൾക്കാർ പറയുന്നുണ്ട് അവിടെ കുറച്ച് കൂടുതലാണെന്ന്. അപ്പോൾ ഇതൊക്കെ കാണുമ്പം ഇവിടുത്തെ ഇമിഗ്രൻസ് എന്ന് പറയുമ്പോഴും അവിടെ ബ്രൗൺ കളറ് ആണെങ്കിൽ അവരത് ഇമിഗ്രൻസിൻ്റെ കൂട്ടത്തിലല്ല കൂട്ടുക. വൈറ്റ് ആണെങ്കിൽ അത് ഇമിഗ്രൻസ് അല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും ഓരോരോ കളറിൻ്റെ ഓരോ പ്രത്യേകത. ഖുറാനിൽ പറയുന്നുണ്ടല്ലോ, നാം നിങ്ങളെ ഓരോ നിറങ്ങളും വർഗ്ഗങ്ങളുമായിട്ടൊക്കെയാണ് സൃഷ്ടിച്ചതെന്ന്. അത് ജസ്റ്റ് ഗൂഗിൾ അടിച്ച് നോക്കിയാൽ അതിൻ്റെ ചാപ്റ്ററും വേഴ്സൊക്കെ കിട്ടും. അതൊരു വശം. അങ്ങനെ അവിടെ ഇമിഗ്രൻസിൻ്റെ എതിരെ കലാപം തുടങ്ങി UK. ഈ പോലീസാണെങ്കിൽ ആരാ ചെയ്തതെന്നുള്ളത് അവർ ഡിസ്ക്ലോസ് ചെയ്തില്ല. കാരണം മൈനർ ആയതുകൊണ്ട് പേരും വിവരങ്ങളൊന്നും പുറത്തു വിടരുതല്ലോ. അങ്ങനെ അക്രമം ശക്തമായ സമയത്ത് എന്താക്കി, അവർ പേര് ഡിസ്ക്ലോസ് ചെയ്ത്, എന്തോ ആക്സിലോ അങ്ങനെന്തോ പറഞ്ഞ് അവിടെ തന്നെ ജനിച്ചു വളർന്ന ഒരു കുട്ടിയായിരുന്നു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഇമിഗ്രൻസിന് ഇത്ര കാലം തല്ലിയല്ലോ. അപ്പോൾ ഇമിഗ്രൻസ് തിരിച്ചങ്ങോട്ടേക്ക് ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങി. അതിപ്പം വലിയ പ്രതിഷേധത്തിലേക്ക് ആയി മാറിയിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളിലും. അത് ഫ്യൂച്ചറിൽ, കാരണം നമുക്ക് തന്നെ അറിയില്ല, ഈ 2-3 വർഷങ്ങൾക്ക് ഇടയിൽ തന്നെ എന്താ പറയുക, ഇമിഗ്രൻസിൻ്റെ ഒഴുക്ക് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അത് ഇനി നിയർ ഫ്യൂച്ചറിൽ ഭയങ്കരമായിട്ട് കൺട്രോളിങ്ങും കാര്യങ്ങളൊക്കെ വരികയായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എല്ലാ സ്ഥലങ്ങളിലും ഓരോ പ്രക്ഷോഭം ഉടലെടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഇപ്പം ജീസസ് ഈസ് കമ്മിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഓരോ പ്ലക്കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പോൾ പൊന്തി തുടങ്ങിയിട്ടുണ്ട്.
ഇപ്പം ഈ ജീസസ് എന്നത് ഇപ്പം ഞാൻ റീസെൻ്റ്ലി ഒരു മൂവി കണ്ടിട്ടുണ്ടായിരുന്നു, കൽക്കിന്ന്. അപ്പോൾ അതിൻ്റെ അവസാനം നമ്മൾ പണ്ട് ചെറുപ്പത്തിലൊക്കെ ആകെ ഒരു ചാനലേ ഉണ്ടാവുള്ളൂ, ദൂരദർശന്. അപ്പോൾ നമ്മൾ മഹാഭാരതം, രാമായണം ഇങ്ങനെയുള്ളതൊക്കെ കണ്ടുകൊണ്ട് കുറേയൊക്കെ ഹിസ്റ്ററി അറിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ലൈമാക്സിൽ ആരാ വരാൻ പോവാന്നുള്ളതും അറിയായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാ മതത്തിലും ഒരു കോമൺ കണക്ഷൻ ഉണ്ട്. അതിൻ്റെ അർത്ഥം എവിടേക്കോ മതങ്ങൾ അങ്ങോട്ട് സ്പ്ലിറ്റായി പോയി എന്നാണ് അത് മനസ്സിലാക്കേണ്ടത്. കാരണം ഹിന്ദു പുരാണത്തിലാണെങ്കിൽ കൽക്കിയാണ് വരുന്നത്, ക്രിസ്ത്യൻസിൽ ജീസസ് വരും, ഇസ്ലാം മതത്തിൽ മഹ്ദി, അതിനുശേഷം ജീസസ് തന്നെ നമ്മൾ വിളിക്കുന്നത് ഈസാ നബി എന്നാണ്. അപ്പം പ്രോഫിറ്റ് ഈസ ലോകത്തിൻ്റെ അവസാന കാലഘട്ടത്ത് വന്ന് ഭരിക്കുന്നതാണ് പറയുന്നത്. അപ്പം ഇതേപോലെ ബുദ്ധിസത്തിലും എല്ലാത്തിലും ഓരോരോ പേരുകളുണ്ട്, നിങ്ങൾ സെർച്ച് ചെയ്താൽ അറിയായിരിക്കും. അപ്പോൾ അതിനൊക്കെ അർത്ഥം എന്താണെന്നറിയോ? റിലീജിയൻ എല്ലാം ഒന്നാണ്, പക്ഷേ എവിടെയൊക്കെയോ എന്തായി ആൾക്കാരെ അതിൽ കൂട്ടിച്ചേർക്കലും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് എവിടെയൊക്കെയോ ബന്ധം മറ്റുപോയി. ഇപ്പം ഏതായാലും നല്ലൊരു നാളേക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാം ശാന്തിയോടെ സമാധാനത്തോടെ വരട്ടെ. കാരണം ചില ആൾക്കാർ നമ്മളെ രാജ്യത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് വന്ന് കുറേ സംഗതികൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളന്ന് കുറേ കൂടിയ സമയത്താണ് നമ്മൾ അതിൻ്റെ എഗെയിൻസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം എന്താ പറയുക, നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് തോന്നുന്നുണ്ട്. എന്തായാലും വരുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ടു കാണാം. അതൊന്നും നമുക്ക് തടയാൻ പറ്റുന്നതല്ല, എല്ലാം ദൈവത്തിങ്കലാണ്. അത് വിവേകത്തോടെ നമ്മൾ അതിനെ റെസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലതായിരിക്കും. എന്തായാലും ശാന്തി സമാധാനമൊക്കെ പരക്കട്ടെ. എല്ലാവരും വർഗീയത, മതവിദ്വേഷതൊക്കെ വിട്ട് നല്ല നിലയിൽ ജീവിക്കട്ടെ.